രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ആശുപത്രി അഡ്മിഷൻ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയുണ്ടായി. ഏറെ സന്തുഷ്ടി പ്രദാനം ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം നേഴ്സസിൻ്റെയൊക്കെ കെയർ ശരിക്കും അനുഭവിച്ച കുറേ ദിവസങ്ങളായിരുന്നു. നല്ല വേദനയിൽ നമ്മൾ നിസ്സഹായരായി ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, കാര്യം മെഡിക്കൽ പ്രൊഫഷനൊക്കെ ആണെങ്കിലും വേറൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകുമ്പോൾ അവരുടെ സ്നേഹപൂർവമായ പരിചരണം, അത് ഹെഡ് ടു ഫുട്ട് എന്നൊക്കെ പറയാറില്ലേ, ഏറ്റവും ഉയർന്ന ആൾ തുടങ്ങി ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ആൾ വരെ സ്നേഹത്തോടെ ഇടപെടുന്നത് ഏറെ സന്തോഷം പ്രദാനം ചെയ്യുകയുണ്ടായി. ഒരു കാര്യം ഞാൻ ചിന്തിച്ചു തുടങ്ങി. രാത്രിയിലൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം തിരിഞ്ഞു മറിഞ്ഞ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒന്ന് തിരിയാൻ പോലും പറ്റാതെ കിടന്ന കിടപ്പിൽ അങ്ങനെ ഒരു ചെയറിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. എത്ര മണിക്കൂർ അങ്ങനെ നമ്മൾക്ക് ഉറങ്ങാൻ സാധിക്കും? അപ്പോഴാണ് ഉറക്കത്തിൻ്റെ വില. ഒരു ഉറക്കത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പൊസിഷൻസ് മാറ്റിയാണ് ഉറങ്ങുന്നതെന്നുള്ളത് മനസ്സിലായത്. ഓരോ ചെറിയ അസ്വസ്ഥത വരുമ്പോഴും ഓടി വന്ന് നമ്മളെ സഹായിക്കുന്ന ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ആ സ്നേഹപൂർവമായ പരിചരണം, അതിനെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. തീർത്തും സന്തോഷമായി നല്ല ഒരു റേറ്റിംഗ് ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയുണ്ടായി. എന്നെ ഏറ്റവും ആകർഷിച്ച മറ്റൊരു ഘടകമാണ്, വീട്ടിൽ എത്തി 2 ദിവസം മാത്രമേ കിടന്നുള്ളൂ. വീട്ടിലെത്തിയ അടുത്ത ദിവസം ഒരു ഫോൺ കോൾ വരികയാണ്. പോസ്റ്റ് ഫോളോ അപ്പ് കോളാണ് കേട്ടോ എന്ന് പറഞ്ഞ്, എങ്ങനെയുണ്ട്, വീട്ടിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, വേദനയൊക്കെ ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഏറെ സന്തോഷം തോന്നി. അവരിൽ ആ കുടുംബത്തിൽ ഒരംഗമായി തോന്നാൻ ഇടയായ ചില ദിവസങ്ങളായിരുന്നു. നമ്മളുടെ നിസ്സഹായാവസ്ഥയെപ്പറ്റി ചിന്തിക്കാനും നമ്മൾ മറ്റൊരാളുടെ സഹായത്തിൽ ജീവിക്കുന്ന, പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന സമയത്തെ ആ ഒരു മാനസികാവസ്ഥ ശരിക്കും ഏതെല്ലാം തരം അസുഖങ്ങളുമായിട്ട് ആശുപത്രികളിൽ കിടക്കുന്ന എല്ലാവരെയും എന്നും കാണാറുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ സാധിച്ച ഒരു അനുഭവമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കൂടെ പറഞ്ഞുകൊള്ളുന്നു.